ഹായ് ഫ്രണ്ട്സ്. ഗൂഗിൾ മൈ ബിസിനസ്സിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നേരിടുന്ന പ്രശ്നമാണ് നമ്മൾ നമ്പർ വെരിഫൈ ആവാത്ത പ്രശ്നം, അല്ലെ നമ്പർ പ്രൊഫൈൽ കാണിക്കുന്നില്ല എന്ന പ്രശ്നം. ഇത് ഒത്തിരി പേരെന്നോട് സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ്. അപ്പം നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പം ഇതിന് നിങ്ങൾ ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ആ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തത് ഒന്നാമത്തെന്ന് പറയുന്നത്, നമ്മൾ ഈ പുതിയ പ്രൊഫൈൽ കൊടുക്കാൻ പോകുന്ന നമ്പർ വേറെ ഓരോ പ്രൊഫൈലിലോ കാര്യങ്ങളിലോ നമ്മൾ ലിസ്റ്റ് ചെയ്തതാവരുത്. അതായത് വേറൊരു ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈലിൽ ലിസ്റ്റ് ചെയ്ത നമ്പർ അല്ല എന്ന് ഉറപ്പ് വരുത്തണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പുതിയ കൊടുക്കാൻ പോകുന്ന നമ്പർ, ഈ ഒരു നമ്പർ നമ്മൾ വേറൊരു സസ്പെൻഡ് ആയി പോയ പ്രൊഫൈലിൽ കൊടുത്ത നമ്പർ ആവാൻ പാടില്ല. അതായത് മുമ്പ് എപ്പോഴെങ്കിലും ഒരു പ്രൊഫൈൽ കൊടുത്ത് ആ പ്രൊഫൈൽ സസ്പെൻഡ് ആയി പോയി കഴിഞ്ഞാൽ ആ സെയിം നമ്പർ നമ്മൾ പുതിയൊരു പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാലും ആ നമ്പർ വെരിഫൈ ആയി കിട്ടില്ല. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതായത് ഓൾറെഡി ഒരു പ്രൊഫൈൽ കൊടുത്ത നമ്പർ ആവാൻ പാടില്ല, ഓൾറെഡി ഒരു പ്രൊഫൈൽ സസ്പെൻഡ് ആയി പോയ പ്രൊഫൈൽ കൊടുത്ത നമ്പർ ആവാനും പാടില്ല. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങളെ മൈൻഡിൽ വെക്കാം. ഓക്കെ. ഇനിയിപ്പം നമ്പർ വെരിഫൈ ആവാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബാനർ ഫോട്ടോ വേണം. നമ്മളൊരു പോസ്റ്ററിൻ്റെ ഒരു ബാനറിൻ്റെ ഒരു ഫോട്ടോ വേണം. ആ ബാനറിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്പർ, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. അതായത് സ്ഥാപനത്തിൻ്റെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ. രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബില്ല്. നിങ്ങളെ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റ്, ഉദ്യമ ആധാർ ആവാം, ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് ആവാം, GST ആവാം, എന്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലോ നിങ്ങളുടെ ടെലിഫോൺ ബില്ലോ എന്ത് തന്നെ ആവാം. പക്ഷെ അതിലും ഈ പറഞ്ഞ കാര്യം, ഉദ്യമ ആധാർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഏതുമാവാം, അതിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം. ഓക്കെ. മൂന്നാമത് നിങ്ങൾക്ക് വേണ്ടി വരിക ഒരു വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റ് കമ്പൽസറി ആണ്. അതൊരു കസ്റ്റം ഡൊമൈനിലുള്ള വെബ്സൈറ്റ് ആയിരിക്കണം. ഓക്കെ. അതിൽ നിങ്ങളൊരു കോൺടാക്ട് നിങ്ങളെ ഈ ഒരു കോൺടാക്ട് പേജ് ഉണ്ടാവും. കോൺടാക്ട് പേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്. ആ കോൺടാക്ട് പേജിലും ഈ പറഞ്ഞ ഒരു ബിസിനസ് നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ പോസ്റ്റ് ഡിസൈനിങ്, ഒരു പോസ്റ്റ്, നിങ്ങളുടെ സ്ഥാപനത്തിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റ്, ഒരു നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്ന ഒരു പോസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു പോസ്റ്റ് ഡിസൈൻ ചെയ്യുക. ആ പോസ്റ്റിൽ നിങ്ങളുടെ ബിസിനസ് നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. പിന്നെ ഹൗ ടു, അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എഡിറ്റ് സജസ്റ്റ്. അതായത് നമ്മൾ മിനിമം 20 സജഷൻസ് എങ്കിലും നമ്മളെ ഫോൺ നമ്പറിൽ വേണം. അതായത് നമുക്ക് അതിൽ കാണാം, സജസ്റ്റ് ചെയ്യാൻ നമ്പർ, എഡിറ്റ് സജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ഫോൺ നമ്പർ സെലക്ട് ചെയ്യാനൊരു ഒരു 10ഓ 15ഓ 20ഓ ആളുകൾ നമ്മളെ നമ്പർ അവിടെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ അത് വെരിഫൈ ചെയ്ത് തരും. ഓക്കെ. രണ്ടാമത്തത്, വെബ്സൈറ്റ് കണക്ട് ടു ഗൂഗിൾ സെർച്ച് കൺസോൾ. ഓക്കെ. നമ്മളെ വെബ്സൈറ്റ് സെർച്ച് കൺസോൾ, ഗൂഗിളിൻ്റെ സെർച്ച് കൺസോളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സ്കീമ മാർക്കപ്പ്. ചെക്ക് ഫോർ സ്കീമ മാർക്കപ്പ് ആൻഡ് സിറ്റേഷൻസ് ടു എൻഹാൻസ് ഓൺലൈൻ വിസിബിലിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി. അതായത് സ്കീമ മാർക്കപ്പും കൂടി നമ്മളെ വെബ്സൈറ്റിലേക്ക് നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അക്കൗണ്ടുകളും, അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ ഓൺലൈൻ ഡയറക്ടറീസിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിലെല്ലാം ഈ ഒരു സെയിം നമ്പർ പരമാവധി കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ ആ നമ്പർ വെരിഫൈ ചെയ്യും. ഓക്കെ. അല്ലെങ്കിൽ ഗൂഗിളിൽ വിസിബിലിറ്റി കൂടും, അതിനൊരു ജെന്യൂനിറ്റി കൂടും. അപ്പം കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ നമ്പർ വെരിഫൈ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി പറയാം. ഒന്ന്, ഈ രണ്ട് പോയിന്റുകൾ നിങ്ങൾ മെയിനായിട്ട് ഓർത്ത് വെക്കുക. അതായത് ഒന്ന്, ഓൾറെഡി ഒരു പ്രൊഫൈൽ കൊടുത്ത നമ്പർ ആവാൻ പാടില്ല, ഓൾറെഡി സസ്പെൻഡ് ആയിപ്പോയ പ്രൊഫൈൽ കൊടുത്ത നമ്പർ ആവാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു ബാനർ ഫോട്ടോ ആണ്. ബാനർ ഫോട്ടോയിൽ നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്, MSME അല്ലെങ്കിൽ ഉദ്യമ ആധാർ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി ബില്ല്, ഇതുണ്ടായിരിക്കണം. അതിലും നിങ്ങളെ ബിസിനസ് നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഒരു വെബ്സൈറ്റ്, അതിൽ നിങ്ങളെ കോൺടാക്ട് പേജിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടായിരിക്കണം. ആ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിൽ ബിസിനസ് നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഒരു പോസ്റ്റ് ഡിസൈൻ ചെയ്യുക. നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ചെയ്യുന്ന പോസ്റ്റ് ഡിസൈൻ ചെയ്യുക. അതിലും ബിസിനസ് നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങളൊരു 10ഓ 15ഓ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു എഡിറ്റ് സജസ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ സജസ്റ്റ് ചെയ്യിക്കുക. പിന്നെ വെബ്സൈറ്റ് നിങ്ങളെ ഗൂഗിൾ സെർച്ച് കൺസോളുമായിട്ട് കണക്ട് ചെയ്യുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി വിസിബിലിറ്റിയും കുറച്ചുകൂടി പെട്ടെന്ന് നമ്മളെ ഈ സെർച്ചിങ്ങിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. സെർച്ച് കൺസോളുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത്
നിങ്ങളുടെ സൈറ്റ് മാപ്പ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാം. അതുപോലെ സ്കീമ മാർക്കപ്പും കൂടി നിങ്ങൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ അതിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് നമ്പർ വെരിഫൈ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നും ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്